For he called you out of the darkness into his wonderful light. ഒന്ന് മലയാളത്തിൽ വായിച്ചു നിങ്ങളോ കേൾക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ഇതൊരു ഭയങ്കര ആഴമേറിയ ഒരു വചനമാണ്. വെറുതെ സാധാരണ ദൈവവചനം എങ്ങും നമുക്ക് ഒരു ദൈവവചനം പോലും വെറുതെ സാധാരണമായിട്ട് നമുക്ക് വായിച്ചു വിടാൻ പറ്റുന്നതല്ല. അവൻ തിരുവചനം ഇവിടെ പറയാ, നിങ്ങളോ അങ്ങനെയല്ല. എങ്ങനെയല്ല എന്ന പറയുന്നത്, നിങ്ങൾ എങ്ങനെയല്ല. അതിന്റെ തൊട്ട് മുമ്പ് പറയുന്നു, അവര് ദൈവവചനം അനുസരിക്കാത്തവര്, അതുകൊണ്ട് അവര് വീണു പോകുന്നവര്, അവർക്ക് വേണ്ടി ദൈവം അപ്പൊ ദൈവം ആരെയും കുറിച്ചും തിന്മ ഉദ്ദേശിക്കുന്നില്ല. ദൈവം ആരുമെങ്ങും നശിച്ചു പോകണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ആരെയും നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ദൈവം അവര് നശിച്ചു പോകട്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണെന്ന്. ഞാൻ അങ്ങനെ ചിലവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലവരെ മാറ്റി വെച്ചിരിക്കുക ദൈവം അവര് നശിച്ചു പോകാന്, അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് പഠിക്കാന്. ഇങ്ങനെയാ ദൈവം ശിക്ഷിക്കുന്നേന്ന്. അത് വെറുതെ. ദൈവം പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, നമ്മളാരിലും നമ്മുടെ കുഞ്ഞുങ്ങളെ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. ഒരു നല്ല വചനം പറയുന്നു, നല്ലവന് വേണ്ടി തന്നെ മരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. പക്ഷെ കൊള്ളാത്തവർക്ക് വേണ്ടി മരിക്കാനോ അയ്യോ ആരും നിക്കത്തില്ല, അല്ലെ? അപ്പം കൊള്ളാതെ ഇരുന്നപ്പോ നമ്മൾ പാപത്തിന്റെയും പല വേണ്ടാത്ത സ്വഭാവങ്ങളുടെയും പല രീതികളുടെയും അടിമത്തത്തിൽ നമ്മൾ കിടന്നപ്പോ ലോകത്തിനെ മൊത്തം രക്ഷിക്കാൻ വേണ്ടിയാ യേശുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിടുക മാത്രമല്ല, യേശു കർത്താവ് സ്വന്തമായിട്ട് തീരുമാനിച്ചു, അല്ലെ? നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ ഇത് നടത്തണം എന്നല്ലേ, എന്നാ ഞാനുണ്ട് എന്ന് യേശു കർത്താവ് ഉണ്ട്. വചനന്റെ തേജസ്സിനെ ഉരിഞ്ഞു വെച്ചേച്ച് ഈ ഭൂമിയിൽ എന്തിനാ വന്നത്? അല്ലയ നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കാൻ. അപ്പം തിരുവചനം ഇവിടെ പറയുന്നു, നമ്മള് ദൈവത്തിനെ അനുസരിക്കാത്തവരെ പോലല്ല. അപ്പൊ അനുസരിക്കാത്ത ഒരു കൂട്ടമുണ്ട്. അതിന്റെ തൊട്ട് മുമ്പ് പറയുന്നതൊക്കെ അനുസരിക്കാത്ത ഒരു കൂട്ടമുണ്ട്. അതിന്റെ തൊട്ട് മുമ്പ് പറയുന്നതൊക്കെ അനുസരിക്കാത്ത ഒരു കൂട്ടത്തിനെ കുറിച്ച്. അവര് യേശു കർത്താവിനെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ, അല്ലെങ്കിൽ ഇത് വേണ്ട. ചിലവര് പറയത്തില്ലേ, രോഗം വന്ന് മരിച്ചാലും പ്രശ്നമില്ല. ഞങ്ങൾ അങ്ങനെ ചിലവരെ കണ്ടിട്ടുണ്ട്. അവരോട് ചെന്ന് യേശു കർത്താവിന്റെ സുവിശേഷം ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് വിശ്വസിക്കണം എന്ന്, സാരമില്ല, രോഗം വന്നാലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ ഈ നിൽക്കുന്ന ആ അമ്പലത്തിലെ ഇതുമൊക്കെ വിട്ടേച്ച് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഞങ്ങളോട് നേരിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ചിലവര് അവരുടെ സ്നാനത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഈ നിൽക്കുന്ന നിൽപ്പിൽ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചാൽ മതി. പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഈ നിൽക്കുന്ന നിൽപ്പിൽ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവർക്ക് അനുസരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, അല്ലെ? അപ്പം തിരുവചനം പറയുന്നു, അതിന്റെ 8 പറയുന്നു, they stumble because they do not obey God's word. കണ്ടോ? അവര് വീഴുന്നത്, അവര് വീണു പോകുന്നത് ഇടറിപ്പോകുന്നു. കണ്ടോ? അവര് വചനം അനുസരിക്കാത്തത് കൊണ്ട് അവരിടറിപ്പോകുന്നു. അപ്പം വചനം അനുസരിക്കുക, ദൈവത്തിന്റെ ശബ്ദം, ദൈവം പറയുന്ന വാക്കുകള് അനുസരിക്കാൻ വയ്യാത്തത് കൊണ്ട് അവര് പലയിടത്തും ഓടി നടന്നിട്ട് അവരോട് അഭിപ്രായം ചോദിക്കും, ഇവരോട് അഭിപ്രായം ചോദിക്കും. അവര് പലയിടത്തും ഓടി നടന്നിട്ട് അവരോട് അഭിപ്രായം ചോദിക്കും, ഇവരോട് അഭിപ്രായം ചോദിക്കും. ഇവര് പറയുന്നത് എങ്ങനെയാ, അവര് പറയുന്നത് എങ്ങനെയാ, അവര് പറഞ്ഞു ശരി അങ്ങനെയൊക്കെ മതി, നടന്നോളും എന്ന് കേട്ടത് കൊണ്ട് ഞങ്ങൾ അതങ്ങ് ഫോളോ ചെയ്തേക്കാം. അത് ഞങ്ങൾക്ക് ഇച്ചിരി സുഖം തരുന്നുണ്ട്, ഞങ്ങൾക്ക് സമാധാനം തരുന്നുണ്ട്. അപ്പം അനുസരിക്കാത്തവരോ വീണു പോകും, ഉറപ്പ്. ഇതിൽ പറയാ, പക്ഷെ നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങൾ അനുസരണയുള്ളവര്, നിങ്ങൾ കർത്താവിനോട് സ്നേഹമുള്ളവര്. എന്നിട്ട് പറയാ, നിങ്ങളോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം. യു ആർ എ ചോസൻ പീപ്പിൾ. ചോസൻ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ആ ഫേവർ ഒരാളുടെ മേൽ വന്നു. ഫേവർ എന്താ പറയുന്നത്? ദൈവത്തിന്റെ ഒരു ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം മരിയയുടെ മേൽ വീണത് കൊണ്ടാണ് മരിയെ ദൈവം തെരഞ്ഞെടുത്തത്, അല്ലെ? ദൈവത്തിന്റെ ആ ഫേവർ വീണു.
അപ്പം എത്രയോ പെൺപിള്ളേർ അന്ന് എല്ലാവർക്കും അറിയാം. അത് കാരണം അവരെല്ലാരും എല്ലാവരുടെയും പെൺമക്കളെ മരിയെന്ന പേരിട്ടോണ്ടിരുന്നേ. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അമ്മ മരിയയുടെ സഹോദരൻ എന്നുവെച്ചാൽ ജോസഫിന്റെ സഹോദരന്റെ ഭാര്യമാരും ഒക്കെ അമ്മമാരും ഒക്കെ യേശുവിന്റെ കൂടെ നടന്ന ഒരുപാട് മരിയമാരുണ്ടായിരുന്നു. ജോസഫിന്റെ ഭാര്യയായ മറിയാം, ക്ലോബാസിന്റെ ഭാര്യയായ മറിയാം, ബെത്തനിയിൽ ലാസറസിന്റെ പെങ്ങളായ മറിയ. അപ്പൊ ഇങ്ങനെ കുറെ മറിയമാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ മറിയമാരുണ്ടായിരുന്നു. മഗ്ദലക്കാരിയായ മറിയ. അപ്പൊ ഇങ്ങനെ മറിയമാരുണ്ടായിരുന്നു. അപ്പൊ ഈ പേര് വളരെ കോമൺ ആയിരുന്നു. പക്ഷെ ഇത്രയും മറിയമാരുണ്ടായിട്ട് ദൈവത്തിന്റെ അനുകൂലം അല്ലെങ്കിൽ ഫേവർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്താ ഒരുവളുടെ മേൽ മാത്രം വന്ന് വീണത്? അപ്പം ദൈവം പറയുവാണോ എനിക്ക് മറ്റു മരിയമാരെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല? അങ്ങനെയല്ല. എനിക്ക് മറ്റു മരിയമാരെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയല്ല ദൈവം പറഞ്ഞ്. പക്ഷെ ചിലവര് ദൈവത്തിന് നിന്നു കൊടുക്കുമെന്നറിയാം, ദൈവത്തിന് വഴങ്ങി കൊടുക്കും എന്നറിയാം. അല്ല, ചിലവരെ തെരഞ്ഞെടുത്ത് ചിലതിനൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി അവരവരുടെ സമയം നോക്കത്തില്ല. അവർക്ക് കർത്താവ് മാത്രം മതി എന്ന് അവർ കീഴ്പ്പെട്ട് നിൽക്കുമെന്ന് കർത്താവിന് അറിയാം. മറിയെ തെരഞ്ഞെടുത്തപ്പം, അമ്മ മറിയെ തെരഞ്ഞെടുത്തപ്പം ദൈവത്തിന് അറിയാമായിരുന്നു അവളുടെ സ്വഭാവവും. എന്ന് ഇസ്രായേൽ ജനത്തിനെ ദൈവം തെരഞ്ഞെടുത്തത് അവർ ലോകത്തിലേക്കും ഏറ്റവും ചെറിയ ജാതി ആയതുകൊണ്ടാണോ തെരഞ്ഞെടുത്തത്? അതോ അവരെന്തോ കുറെ ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണോ? ഒന്നുമല്ല. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം തെരഞ്ഞെടുത്തത് അവരെ. ഹല്ലേലൂയ. അബ്രഹാമിനെ വന്ന് ദൈവം തൊട്ട് തലോടി എഴുന്നേൽപ്പിച്ച്, അതിന് മുമ്പ് തൊട്ടേ കിടക്കുന്ന നമ്മൾ അതിന്റെ പഴയ ഭാഗങ്ങള് ഉൽപ്പത്തി പുസ്തകത്തിന് ആദമിന്റെയും ഔവയുടെയും ആദ്യത്തെ 2 പിള്ളേരുണ്ടായി. കാനാനും കൈനും ആബേലും ഉണ്ടായി. അതിനകത്ത് ആബേലിനെ കൈൻ അങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ട് കൈൻ അങ്ങ് ഇറങ്ങിപ്പോയി എല്ലാം കഴിഞ്ഞ് പിന്നെ അവർക്ക് ഉണ്ടായ ഒരു മകനാണ് സേത്ത്. ഈ സേത്തിന്റെ വംശത്തിനകത്തുനിന്ന് ഇങ്ങനെ വന്നതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോവായിൽ നിന്ന് വന്ന ഒരു വംശത്തിൽ നിന്ന് പെട്ടതാണ് അബ്രഹാം. കണ്ടോ? അപ്പം ദൈവത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും ഛായയിലും ഉണ്ടാക്കിയ ആദമിൽ നിന്ന് വന്ന, അതിൽ നിന്ന് സേത്ത് വന്ന, സേത്തിൽ നിന്ന് വന്നതിൽ നിന്ന് നോവ വന്നു, നോവയിൽ നിന്ന് വന്ന തേര ഒക്കെ. നോവയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു, നമുക്കറിയാം അല്ലെ? ഹാമും നോവ, അതെ, ഷേം, ഹാം, ജാഫത്ത്, ഈ 3 പിള്ളേരുണ്ടായിരുന്നു. അപ്പം ഹാമിനെ അതിനകത്തുനിന്ന് ശപിച്ചു. അങ്ങനെയാ നമുക്കറിയാം. he cursed Canaan, the son of Ham. അപ്പം ഹാമിന്റെ മേൽ പ്രാക്ക് വീണു. എങ്ങനെയാ പ്രാക്ക് വീണത്? അവൻ തെറ്റ് ചെയ്തപ്പം നോയുടെ പ്രാക്ക് വന്നപ്പം ആ പ്രാക്ക് എന്തോട്ട് പോയി? കാനാനിലേക്ക് പോയി അല്ലെ? അവന്റെ മകനായ കാനാനിലേക്ക് പോയി. പക്ഷെ നമ്മൾ താഴോട്ട് വരുമ്പോൾ തേര അബ്രഹാമിന്റെ പിതാവാ. തേരായിലേക്ക് വരുമ്പം തേര വാസ് ദ ഫാദർ ഓഫ് എബ്രഹാം, നഹോർ, ഹരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തേര ശരിക്കും ഈ ഷേം എന്ന് പറഞ്ഞ മകനിൽ നിന്ന് വന്ന ഈ നോവായുടെ ഷേം എന്ന് പറഞ്ഞ മകൻ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 9:27 വായിക്കുമ്പം നോവ ഹാമിനെ ശപിച്ചിട്ട്, കാനാനെ ശപിച്ചിട്ട് 27-ാം വാക്യത്തിനകത്ത് ജാഫേത്തിനോട് പറയുന്നുണ്ട്, നിന്റെ അതിരുകള് എന്നിട്ട് ഷേമിനോട് പറയാ, ജാഫേത്ത് ഷെയർ ദ പ്രോസ്പെരിറ്റി ഓഫ് ഷേം. കണ്ടോ? ജാഫേത്തിനെയും ഷേമിനെയും അനുഗ്രഹിക്കുക. ഷേമിന്റെ വംശത്തിൽ നിന്ന് വന്നതാണ് ഈ തേരവിൽ നിന്ന് വന്നതാണ് അബ്രഹാം. അപ്പൊ കണ്ടോ, ദൈവം പറഞ്ഞ ആ വാഗ്ദത്തം നോവ ദൈവം പറഞ്ഞത് അനുസരിച്ചു. എന്താ അത്രയും ജനം ഉണ്ടായിട്ട് നോയെ ദൈവം തെരഞ്ഞെടുത്തത്? നോവ നിന്നു കൊടുക്കാൻ തയ്യാറായിരുന്നു. നമ്മൾ നോയുടെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ
സ്തോത്രം. ദൈവം താഴോട്ട് നോക്കി, സ്തോത്രം, ദൈവം താഴോട്ട് നോക്കി, സ്വർഗത്തിലിരുന്ന് താഴോട്ട് നോക്കിയപ്പം എല്ലാവരും വളരെ വഷളമായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിനകത്ത് പറയുന്നു, നോവ ഒരു നീതിമാനായിരുന്നു. നോവ ഭൂമിയിലുള്ള അത്രയും ദൈവം ആ വംശത്തിനെ സൂക്ഷിച്ചു വെച്ചു. എന്നുവെച്ചാൽ ആദമും അവയ്ക്കും മൂന്നാമതുണ്ടായ ഒരു മകനായ സേത്തിൽ നിന്ന് വന്ന് 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 ആ വംശം, ആ രക്തത്തിൽ ഉണ്ടായതാ നോവ. ഈ ഭൂമിയിൽ എല്ലാരും വഷളത്തരമായിട്ട് നടന്നെങ്കിലും ദൈവം ഒരുവനെ തെരഞ്ഞെടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഞാൻ ഇതിനെ പറയുന്ന ഫേവർ ഓഫ് ഗോഡ് എന്ന്. ഹല്ലിയ. ദൈവത്തിന്റെ പ്രസാദം നോവയുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ലോകം മൊത്തം അഴുക്കായി പോയെങ്കിലും നോവ മാത്രം അഴുക്കാകാതെ ഇരുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6:9. നോഹയുടെ വംശാവലി എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. കണ്ടോ, തന്റെ തലമുറയിൽ താൻ നിഷ്കളങ്കനായിരുന്നു. ദ ഓൺലി, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് പറയുന്നത് ദി ഓൺലി ബ്ലെയിംലെസ് പേഴ്സൺ ലിവിങ് ഓൺ എർത്ത് അറ്റ് ദ ടൈം. കണ്ടോ, ഈ ഭൂമിയിലേക്ക് ഒരേ ഒരു വ്യക്തി ഉള്ളായിരുന്നു കുറ്റം. നോവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹി വാക്ക്ഡ് ഇൻ ക്ലോസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. കണ്ടോ, അവൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് കൂട്ടായ്മയിൽ നടന്നു. അപ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ, ഇസ്രായേലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് പിതാക്കന്മാരോട് പറഞ്ഞ ആ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ദാണ്ട് ഇസ്രായേലിന്റെ മേൽ വീണു. അല്ലാതെ അവരെന്തോ പ്രത്യേകത ചെയ്തത് കൊണ്ടല്ല. ആ തെരഞ്ഞെടുപ്പ് ഇന്ന് നിങ്ങളും ഞാനും ഇന്ന് യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തമാ. അല്ലെ, അവര് നിന്നതിനകത്ത് അവര് വിശ്വസ്തയോടെ നിന്നപ്പോ അവരെ എന്ത് വേണമെങ്കിലും അവര് സ്നേഹിക്കുന്ന ദൈവത്തിന് ചെയ്യാം എന്ന് പറഞ്ഞ് നിന്നപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നേ? അടുത്തതിന്റെ തലമുറകളെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ ഇന്നലെ എൻ്റെ അപ്പയോടും അമ്മയോടും പറഞ്ഞൊരു കാര്യമാ. ഞാനൊക്കെ വളർന്നത് ഹൈന്ദവ ആചാരങ്ങളിലൊക്കെയാ വളർന്നത്. എൻ്റെ ഒരു 10-17 വയസ്സ് വരെ തികഞ്ഞും ഹൈന്ദവ ആചാരങ്ങൾക്കകത്ത്. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാനൊക്കെ പോയി. പിന്നെ അവിടെ പതുക്കെ യേശുവിനെയൊക്കെ അറിയാൻ തുടങ്ങി. പക്ഷെ പിന്നെയും ഹൈന്ദവ ആചാരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ തലമുറകളോ ഞാതെ വേറൊരു നാമം അവരുടെ നാവിന്റെ മേൽ ഉച്ചരിച്ചിട്ടില്ല. കണ്ടോ, ഇത് പിതാക്കന്മാരോട് കൊടുത്ത വാഗ്ദത്തമാ ഇത് നമ്മൾ വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവരുടെ അടുത്ത തലമുറയാകുമ്പോഴോ അവരെനിക്ക് തോന്നുന്നു പ്രസവിച്ച് വീഴുമ്പോഴേ തീ കത്തിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തിന്റെ വാഗ്ദത്തം തീ കത്തിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പം നമുക്ക് മടങ്ങി വരാം 1 പത്രോസ് 2:9 അപ്പം തിരുവചനം പറയുന്നു, നിങ്ങളോ അവരെ പോലെയല്ല, നിങ്ങൾ വീണ് നശിച്ചു പോകേണ്ടവരല്ല, നിങ്ങൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയ. യു ആർ എ ചോസൺ പീപ്പിൾ. ദൈവത്തിന്റെ ഈ വിശുദ്ധനായിട്ട് ആ കാലഘട്ടത്തിൽ സൂക്ഷിച്ചെങ്കിൽ നമ്മളും നമ്മളുടെ മക്കളും ഈ ലോകത്ത്, ഈ അഴുക്ക് പിടിച്ച ലോകത്ത് പാപവും മ്ലേച്ഛതയും നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചു പോലും അറിയാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിനകത്ത് നമ്മളെ വിശുദ്ധിക്കകത്ത് സൂക്ഷിക്കാൻ കർത്താവ് മതിയായവനാ. നമ്മളുടെ മേൽ ഈ തെരഞ്ഞെടുപ്പ് വീണത് കൊണ്ട്, ഈ ഫേവർ ഓഫ് ഗോഡ് വീണത് കൊണ്ട് ഹല്ലിയ, നമ്മൾ വഷളത്തിനകത്ത് വീണു പോകാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കാൻ മതിയായവനാ. ഹല്ലേലൂയ. നമ്മൾ എന്നും കർത്താവ് വലിയ തെരഞ്ഞെടുപ്പ് എൻ്റെ മേൽ വീണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഇച്ചിരിയും കൂടെ ഒന്ന് ആഴത്തിൽ കയറി കഴിഞ്ഞാൽ, ഏലീഷാവ് നിന്ന് കാളയെ കൂട്ടിക്കൊണ്ട് നിന്നപ്പം ഇന്ന് ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും ഭയങ്കരമായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് പ്രവാചകൻ. ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് നടന്നു പോയപ്പം ഈ ഏലീഷായുടെ മേൽ തെരഞ്ഞെടുപ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തൻ്റെ ദേഹത്ത് കിടന്ന് മേലങ്കി എടുത്തിട്ട്, ആ പുതപ്പെടുത്തിട്ട് ഏലീഷായുടെ മേലങ്ങോട്ടിട്ടു. കണ്ടോ, ആ കാലഘട്ടത്തില് ഏലിയാവിന്റെ കൂടെ നടന്ന പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തില് ഒരുപാട് കൂട്ടിക്കൊണ്ട് നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ മേലോട്ട്
തന്റെ പുതപ്പിനെ, ഏലിയാവിന്റെ പുതപ്പിനെ എടുത്ത് അങ്ങോട്ട് ഇട്ടത് കാണിക്കുക, നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ല, അഭിഷേകത്തിന്റെ തെരഞ്ഞെടുപ്പാ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാ നിന്റെ മേലെന്ന്. ഹാലലൂയ. കണ്ടോ, നിന്റെ മേലെന്ന്. ഹാലലൂയ. കണ്ടോ, നമ്മളുടെ മേൽ ഈ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട്, ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയാൻ. ഈ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് ഏത് പാറയുടെ അടിയിൽ പോയി ഒളിഞ്ഞിരുന്നാലും കർത്താവ് അവിടെ നിന്ന് പെറുക്കി പുറത്തിറക്കിക്കൊണ്ട് വരും. സ്തോത്രം. എത്ര ആര് ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചധികം നാൾ ഇരിക്കത്തില്ല, ഒട്ടി പുറത്തു വരും. ഹാലലൂയ. എന്നാ വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാ. ഹാലലൂയ. ഈ ചോസൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പേരുണ്ടായിട്ടും ദൈവം ഒരുവരെ തെരഞ്ഞെടുത്തു, ഒരു ദേശത്തിനെ തെരഞ്ഞെടുത്തു. നമ്മുടെ ഇന്ത്യയിൽ എത്രമാത്രം ആൾക്കാരുണ്ടല്ലേ. നമ്മള് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പലവരും കള്ളത്തരം പറയുന്ന ഒരു കാര്യമാ, എന്താ ഹൈന്ദവരെയും മറ്റ് ജാതിക്കാരെയും ഒക്കെ പിടിച്ച് ക്രിസ്ത്യാനികളാക്കുന്ന ഒരു കൂട്ടരാ ക്രിസ്ത്യൻസ് എന്ന്. അതിന് നോർത്ത് ഇന്ത്യയിലൊക്കെ പാവം പിടിച്ച ദേവദാസന്മാരെയൊക്കെ, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ദേവദാസന്മാരെയും ഒക്കെ പിടിച്ച് തല്ലിക്കൊല്ലുന്നത്. അത് എടുത്ത് നോക്കണം. ഇതുവരെയായിട്ടും ക്രിസ്ത്യാനിറ്റിയുടെ എന്താ ടോട്ടൽ നമ്പർ, ടോട്ടൽ പ്രൊപ്പോർഷൻ കൂടിയിട്ടില്ല, ഒട്ടും കൂടിയിട്ടില്ല. ആ കിടക്കുന്ന അതേ റേറ്റിൽ തന്നെ 2% അത്ര എങ്ങാണ്ടേ ഉള്ളൂ. അത് ഇപ്പോഴും അത് കൂടില്ല. പണ്ടുണ്ടായിരുന്ന ഞങ്ങളൊക്കെ ഹിസ്റ്ററി ബുക്സിനകത്ത് പഠിച്ചതാ ഇപ്പോഴും അത് കൂടില്ല. പണ്ടുണ്ടായിരുന്ന ഞങ്ങളൊക്കെ ഹിസ്റ്ററി ബുക്സിനകത്ത് പഠിച്ചതാ ഇപ്പോഴും. മാർജിനൽ ഇൻക്രീസ് 2.5 അങ്ങനെ എങ്ങാണ്ടോ. ശരിക്കും ഈ പറയുന്ന മതപരിവർത്തനമൊക്കെ നടത്തുന്നത് ശരിയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യക്കകത്തും ലോകത്തുമൊക്കെ ലോക രാജ്യങ്ങളിലും ഇന്ത്യ ക്രിസ്ത്യൻസ് കാണേണ്ടതാ അല്ലേ. പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല. എന്താ? ഹല്ലേലൂയ. ഈ ചെറിയ ഒരു കൂട്ടമാണ് ഇന്ന് പിടിച്ചു നിന്നിട്ട് ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ ഈ ലോകത്ത് കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും ആൾക്കാർ കിടന്നിട്ടും ഇന്ന് നമ്മളെ ഓരോരുത്തരെയും, യഹൂദന്മാരല്ലാത്തവരെല്ലാരും വിജാതീയരാ, വിജാതീയരാ. ആരും പറഞ്ഞ് തലപൊക്കി നടക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ജനിച്ചു വീണത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാ, അത് കാരണം ഞങ്ങൾ നോ, അതുകൊണ്ടൊന്നുമല്ല. ദൈവത്തിന്റെ സ്പെഷ്യൽ ഫേവറും വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളത് കൊണ്ടാ നമ്മൾ ഈ സത്യ ദൈവത്തിനെ അറിയുവാൻ ഇടയായത്. എന്ന് പറഞ്ഞാൽ ഏത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് ക്രിസ്തുവുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ചറിയത്തുള്ളൂ അവരൊരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുവരെയും അവരെല്ലാരും ജാതികളാ, പുറന്തള്ളപ്പെട്ടവരാ, ഒന്നും അറിയാത്തവരാ, അന്യജാതിക്കാരാ അവരെല്ലാം, അറിയാത്തവരാ, അന്യജാതിക്കാരാ അവരെല്ലാം. സ്തോത്രം. പക്ഷെ എന്ന് എൻ്റെ അകത്ത് തിരിച്ചറിവ് വരുന്നോ, എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എൻ്റെ പാപങ്ങൾ മാറ്റി എനിക്ക് വേണ്ടി, മൈ പേഴ്സണൽ സേവിയർ, എൻ്റെ വ്യക്തിപരമായ എൻ്റെ രക്ഷകൻ ആണ് യേശു തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഞാനൊരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. നമ്മളൊരു കടയിൽ പോയാല് സാധനങ്ങളൊക്കെ എങ്ങനെയാ തെരഞ്ഞെടുക്കുന്നത്? ഇന്നലെ നിസ്സാര ഒരു കാര്യം ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഈ തെരഞ്ഞെടുപ്പിന്റെ വലുപ്പം. ഇന്നലെ ഞങ്ങള് ഇച്ചിരി ഓറഞ്ച് ജ്യൂസ് മേടിക്കാനായിട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് പിഴിഞ്ഞു കിട്ടും, മെഷീനിലോട്ട് എടുത്ത് വെച്ചാൽ മതി, ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞു കിട്ടും. അപ്പൊ ഞാൻ ഈ ബോട്ടിലുകൾ നോക്കിയപ്പം ഒരു ബോട്ടിലിന്റെ പെടലിയൽ ഒരു പാട്. ഈ ബോട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കത്തില്ല, ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ബോട്ടിൽ കളയത്തതേ ഉള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഒരു ബോട്ടിലിന്റെ പെടലിയൽ ഒരു പാട്, വേറൊരു ബോട്ടിലിന്റെ അടപ്പേൽ ഒരു പാട്, വേറൊരു ബോട്ടിലിന്റെ അടപ്പേൽ ഒരു മാർക്ക്, വേറൊരു ബോട്ടിൽ നോക്കിയപ്പോ അതേലിന്റെ ചുറ്റിനും എന്തോ ഒരു ഇച്ചിരി വെള്ളമൊക്കെ പറ്റി എന്തോ ഒരു വല്ലായ്മ. എന്നിട്ട് ഞാൻ അത്രയും ബോട്ടിലിന്റെ ഇടയിൽ നിന്ന് തപ്പിപ്പെറുക്കി ഒരു നല്ല ബോട്ടിൽ പെറുക്കിയെടുത്തു. കണ്ടോ, അത്രയും ബോട്ടിൽ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം മാത്രമേ എൻ്റെ വീട്ടിനകത്തേക്ക് കയറി വന്നുള്ളൂ. സ്തോത്രം. ഞാൻ അതിനെ ഓറഞ്ച് ജ്യൂസും കൊണ്ട് നിറച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി വന്നു. ഓ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ചിലവരെ കർത്താവ് ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ട് തൻ്റെ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറച്ചിട്ട് തൻ്റെ
പറയുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ വലുപ്പം ഇത്രയും ഉണ്ടായിട്ടും ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ഇവള് കൊള്ളാം, ഇവളെ അങ്ങോട്ട് പെറുക്കിയെടുത്തിട്ട് ഇവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റി നിർത്തിയിട്ട് ഇവളുടെ അകത്തോട്ട് പരിശുദ്ധാത്മാവിനെ നിറച്ചിട്ട് കർത്താവിന്റെ സ്വർഗമായ ഭവനത്തിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് പറഞ്ഞു, നീ എന്റെ ഭർത്താവിന്റെ സ്വർഗമായ ഭവനത്തിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് പറഞ്ഞു, നീ എന്റെ ഭവനക്കാരി, നീ എന്റെ മകൾ, നീ എന്റെ മകൻ, അല്ല നീ എന്റെ പ്രിയപ്പെട്ടവള്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഇനി ഞാൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. അവിടെ മാത്രം ഇന്ന് നമ്മൾ അത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഹല്ലേലൂയ. മതി. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ ശ്രദ്ധിക്കാം. നിങ്ങൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. കണ്ടോ, ഒരു പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വീണ ജാതി. ഈ ജാതി ഉൽപാദനമുണ്ട് ഈ ജാതിക്ക്, അല്ലേ? ഈ ജാതിക്കകത്തുനിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയുടെ ഉൽപാദനം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ വംശം, അവര് ദൈവത്തിന്റെ കണ്ണില് ഭയങ്കര വിലയേറിയതാ. എന്താ? തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അകത്തൂന്ന് പുറത്തേക്ക് വന്നതാ ചില നന്മകള്. അല്ലയ, നമ്മളൊരു ചെടിക്കടയിൽ ചെന്നിട്ട് കുറെ ചെടി കണ്ടിട്ട് ഒരു ചെടി നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ തെരഞ്ഞെടുത്തു, അതിനകത്തുനിന്ന് ഫലമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫലത്തിനെ എല്ലാരെയും വിളിച്ച് കാണിക്കും. കണ്ടോ, എന്റെ വീട്ടില് ഞാൻ അത്രയും നിന്ന് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ അവിടെ ചെടിക്കടയിൽ നിന്നപ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിനകത്തുനിന്ന് ഫലം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഞാൻ എൻ്റെ ഭവനത്തിനകത്ത് ഇതിനെ കൊണ്ടുവച്ചപ്പം എൻ്റെ ഭവനത്തിനകത്തെ അന്തരീക്ഷം ഇതിന്റെ മേൽ വ്യാപരിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഇതിനകത്തുനിന്ന് ഫലമുണ്ടായി. ഈ ഫലം ഞാൻ എല്ലാരെയും പിടിച്ചിട്ട് കാണിച്ചിട്ട് ഞാൻ പറയും, കണ്ടോ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ചെടിക്കകത്തു നിന്നുണ്ടായ ഒരു ഫലമായത്. ഇതുകൊണ്ടാ വചനം പറയുന്നത്, നീതിമാന്റെ മക്കളോ ലോകത്തിൽ ഉന്നതിയും അവരിൽ അനേകരുടെ ഇടയിൽ അറിയപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മളെയൊക്കെ വിളിക്കുന്നത് എടുക്കപ്പെട്ടവരെങ്കില് നമ്മൾക്കൊക്കെ ക്രിസ്തുയേശുവിന്റെ സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുക. എന്താ നമുക്ക് ഈ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്താ നമ്മളെക്കാട്ടിലും അധികം നമ്മുടെ തലമുറ എന്താ ദൈവം അനുഗ്രഹിക്കുന്നത്? നമ്മള് ഹല്ലേലൂയ തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് നമ്മളെ ആക്കി നമ്മൾ ഫലങ്ങള് എല്ലാം ഫലം കായ്ക്കുമ്പോൾ ദൈവം നമ്മളെയൊക്കെ ഗ്ലോറിയസ് ഡിസ്പ്ലേ ആക്കുക. ഹല്ലേലൂയ. അനേകര് കണ്ടിട്ട്, അതാണ് ആ വാക്യം അടുത്തത് പറയുന്നത്, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. കണ്ടോ, ഇത് കണ്ടിട്ട് വേണം മറ്റുള്ളവർ പറഞ്ഞ, അയ്യോ നിന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എന്തോ പ്രത്യേകതയുണ്ടല്ലോ, ഓ നിന്റെ വീട്ടിൽ വരുമ്പോ ഞങ്ങൾക്ക് എന്തോ ഒരുങ്ങളെ കണ്ടിട്ട് എന്തോ പ്രത്യേകതയുണ്ടല്ലോ, ഓ നിന്റെ വീട്ടിൽ വരുമ്പോ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക അനുഭവം ഉണ്ടല്ലോ, നിന്നോട് സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പറയുന്നത്, ഞാൻ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ, എൻ്റെ നാഥന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനാ എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുമെന്ന് എൻ്റെ നന്മയെ കണ്ടിട്ട് വേണം അവരറിയാൻ ക്രിസ്തു ജീവിക്കുന്നെന്ന്. എൻ്റെ ജീവിത ശൈലി കണ്ടിട്ട് വേണം അവരറിയാൻ ക്രിസ്തു ജീവിക്കുന്നെന്ന്. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് ഇവിടം കൊണ്ട് ഈ വചനം നിർത്താം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ പ്രാർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം എന്നുള്ള ആ ആശയം കർത്താവെ ഹൃദയത്തിനകത്ത് കേറി തറച്ച് അത് ഫലം കായ്ക്കണം കർത്താവെ. ഈ ദിവസങ്ങളില് ഇത് കോൺഫിഡൻസ് കൊടുക്കണം കർത്താവെ, ഭയങ്കര ധൈര്യം കൊടുക്കണം. എവിടെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ആ തിരിച്ചറിവുണ്ടാവണം, എന്നെ ദൈവം സ്നേഹത്തോടെ തെരഞ്ഞെടുത്ത് അകത്താക്കി വെച്ചിരിക്കുക. ഞാൻ തോറ്റു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല, ആർക്കും എന്നെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല, ആർക്കും എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ ദൈവത്തിന് എന്നോട് പ്രസാദമുണ്ടായിട്ട്, എന്നോട് ഇഷ്ടം തോന്നിയിട്ട് എന്നെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു അനുഗ്രഹമാ. വിളിച്ചു പറഞ്ഞേ, ഞാനൊരു അനുഗ്രഹമാ, ഞാനൊരു ജയമാ. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സൽഗുണങ്ങള് ഘോഷിക്കുന്ന ഒരു